ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റെപ്പ് ടു വിക്ടറി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് സ്റ്റഡി റുട്ടീൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സമയം ഇപ്പോൾ ഒരു 6 മണിയായിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്താണ് ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. ഞാനിപ്പോൾ വീട്ടിലാണ് കേട്ടോ, ഹോസ്റ്റലിലല്ല. അതുകൊണ്ടാണ് വീട്ടിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് ഞാനിപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്ന് കുടിക്കണമെന്ന് ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ നിന്നിട്ടായിരുന്നു കുടിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മളിങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കുമല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നിട്ട് വേണം വെള്ളം കുടിക്കാമെന്ന്. അപ്പോൾ ഇരുന്നിട്ട് തന്നെയാണ് വെള്ളം കുടിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടി പോവാണ്. ഞാൻ ഓൾറെഡി തലേ ദിവസം ഒന്ന് മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ, ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മളൊരു പ്ലാനിങ്ങും ഇല്ലാതെ കിടന്നാലുണ്ടല്ലോ, നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കില്ല. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് മൈൻഡിൽ പ്ലാൻ ചെയ്യുക. ഓക്കെ, രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ മൈൻഡിലൊന്ന് പ്ലാൻ ചെയ്യുക. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മോർണിംഗ്സ് ഭയങ്കര സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ പോയി പഠിക്കുന്നതൊന്നും എനിക്കങ്ങനെ പഠിച്ച എൻ്റെ തലയിലൊന്നും നിൽക്കില്ല. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു സ്ട്രെച്ചിങ് എക്സസൈസാണ് കേട്ടോ. 5 മിനിറ്റിൻ്റെ സ്ട്രെച്ചിങ് എക്സസൈസ് യൂട്യൂബിലുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ആ ഡേ ഫുള്ള് ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും. പിന്നെ നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. കുറച്ച് സമയം എൻ്റെ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഭയങ്കര ബിസിയാണ്, ഭയങ്കര ഹെക്റ്റിക്കാണ്. നമുക്കായിട്ട് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് സമയം കുറവാണ്. ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ പിന്നെ ക്ലാസ്സിലേക്ക് ഓടുന്നു, ട്യൂഷനിലേക്ക് പോകുന്നു, പഠിക്കുന്നു, അങ്ങനെ കുറേ തിരക്കാണ്. അപ്പോൾ നമുക്കായിട്ട് അറ്റ്ലീസ്റ്റ് രാവിലെയെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റി നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ നല്ല മോട്ടിവേഷൻ താനെ തോന്നും കേട്ടോ. അങ്ങനെ ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിമ്പിളാണ് കേട്ടോ. പെട്ടെന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കുറേ സമയം വെറുതെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യരുത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ആ ഒരു ടൈം നല്ല പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ പഠിക്കാനിരിക്കുക കേട്ടോ. പിന്നെ എനിക്ക് നന്നായി തോന്നിയിട്ടുള്ളൊരു സ്റ്റഡി ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ കവർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അത് നമ്മൾ പിന്നേക്ക് മാറ്റി വയ്ക്കാതെ അതപ്പം തന്നെ നമ്മൾ സ്കൂളിൽ എടുക്കുന്ന വശം തന്നെ അത് പഠിച്ചും കൂടി തീർക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് കുറേ ടോപ്പിക്സ് പെൻഡിങ് വരില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 1/2 hour പഠിച്ചതിന് ശേഷം പിന്നെ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ട് ഞാൻ ടൈമൊന്നും ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ടൈമൊന്നും എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയുന്നില്ല. എന്നാലും ഒരു 8 മണി വരെയൊക്കെയാണ് ഞാനിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരുന്നിട്ടുണ്ട് കേട്ടോ പഠിക്കാനായിട്ട്. ഇപ്പോൾ സമയം ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 8:30 വരെ ഇരുന്ന് പഠിക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ, ഒന്നും പ്രശ്നമല്ല. ഞാൻ യൂണിവേഴ്സിറ്റി പോയിട്ട് ഇപ്പോൾ 3 ദിവസമായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ലീവ് എടുത്തിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പഠിക്കാൻ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ കുറച്ച് ടോപ്പിക്സ് പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് നോട്ടൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അതാണിപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ 2 സ്റ്റഡി സെക്ഷൻ കൊണ്ട് എൻ്റെ ടോപ്പിക്സ് ഏകദേശം കവറായിട്ടുണ്ട്. അപ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിനൊരാശ്വാസമായിട്ടുണ്ട്. അങ്ങനെ പഠിച്ച് തളർന്ന് ഞാൻ വരുന്ന സമയത്ത് ഞാൻ കാണുന്നത് അമ്മ അവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, അച്ഛനവിടെ ചായ ആറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര നമുക്കിങ്ങനെ വിശക്കുന്ന ഒരു ടൈമാണ്. എനിക്ക് കുറേ പഠിച്ചങ്ങനെ വിശക്കൂട്ടാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നല്ലോണം പഠിച്ച് നമ്മൾ നല്ല വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവാർഡ് ചെയ്യുക നമ്മളെ തന്നെ. എനിക്കെന്ന് പറയുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പഠിച്ച് തളർന്ന് വരുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ കാണുമ്പോൾ അതുതന്നെയാണ് എനിക്ക് റിവാർഡായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് വേണം. അപ്പോൾ എന്താ വെച്ചാൽ ഫുൾ ടൈം എൻജോയ്മെൻ്റ് അല്ല, പഠിക്കുമ്പോൾ ഒരു റിവാർഡ് പോലെ എൻജോയ്മെൻറ്റും കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കുന്ന നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവും നമുക്ക് പഠിക്കാനായിട്ടാ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിവിടെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് ന്യൂസുകൾ ഇപ്പോൾ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് പേപ്പർ വായിക്കാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ ഗൈസ്? ഇവിടെ അത്യാവശ്യത്തിന് മഴയൊക്കെ ഉണ്ട്. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.